ത്രിയേക ദൈവത്തിന് സ്തുതി. മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചോദ്യോത്തരങ്ങളിലൂടെ ഈ അധ്യായം പഠിക്കാം. ആദ്യം 5-ാം അധ്യായത്തിന്റെ സംഗ്രഹം, സമ്മറി. ബേത്ലഹേമിൽ നിന്നുള്ള ഒരു ഭരണാധികാരിയുടെ വരവ് മീഖ പ്രവചിക്കുന്നു. അവൻ തന്റെ ജനത്തെ യഹോവയുടെ ശക്തിയിൽ മേയിക്കും. ക്രിസ്തീയ വ്യാഖ്യാനത്തിൽ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു മെസ്സിഹ പ്രവചനമായി ഈ ഭരണാധികാരിയെ മനസ്സിലാക്കുന്നു. വിഗ്രഹാരാധന ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കുകയും ഇസ്രായേലിന്റെ ഭാവി വിജയവും വിടുതലും പ്രവചിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ന്യായവിധി അനുസരണം കെട്ടവരുടെ മേൽ വരും, എന്നാൽ തന്റെ ജനത്തിന്റെ വിശുദ്ധിയും സുരക്ഷിതത്വവും മെസ്സിഹ ഉറപ്പാക്കും എന്ന് ഈ അധ്യായം വിവരിക്കുന്നു. ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം: പടക്കൂട്ടങ്ങളുടെ മകളെ എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇസ്രായേലിനെ. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേലിനോട് പടക്കൂട്ടമായി കൂടുക എന്ന് പറയുവാൻ കാരണമെന്ത്? ഉത്തരം ശത്രു ഇസ്രായേലിന്റെ നേരെ വാടകോരുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. വാടകോരുക എന്നാൽ ഉപരോധിക്കുക, വളഞ്ഞ് ആക്രമിക്കുക എന്ന് അർത്ഥം. അടുത്ത ചോദ്യം: ഇസ്രായേലിന് നേരെ വാടകോരുന്നവൻ അതിന്റെ ന്യായാധിപതിയെ എന്താണ് ചെയ്യുന്നത്? ഉത്തരം വടികൊണ്ട് ചെകിട്ടത്തെ അടിക്കുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേലിന്റെ ന്യായാധിപതി സഹിച്ച അപമാനം എന്ത്? ഉത്തരം വടികൊണ്ട് ചെകിട്ടത്തെ അടി ഏൽക്കുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹൂദ സഹസ്രങ്ങളിൽ ചെറുതെന്ന് വിശേഷിപ്പിക്കപ്പെട്ട പട്ടണം ഏതായിരുന്നു? ഉത്തരം ബേത്ലഹേം എഫ്രാത്ത്. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബേത്ലഹേം എഫ്രാത്തിനോടുള്ള യഹോവയുടെ വാഗ്ദാനം അഥവാ മീഖായുടെ പ്രവചനം എന്തായിരുന്നു? ഉത്തരം ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവന്റെ ഉത്ഭവം. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബേത്ലഹേം എഫ്രാത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ഓപ്ഷൻസ്: 1 പണ്ടേയുള്ളത്, 2 പുരാതനമായത്, 3 ശ്രേഷ്ഠമായത്, 4 അഗോചരമായത്. ഉത്തരം 1, 2 ഓപ്ഷനുകൾ ശരിയാണ്. പണ്ടേയുള്ളത്, പുരാതനമായത്. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേലിന് നേരെ വാട കോരുന്നവന് എപ്പോൾ വരെ യഹോവ അവരെ ഏൽപ്പിച്ചു കൊടുക്കും? ഉത്തരം പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. അവന്റെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവനെ കുറിച്ച്. 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ യഹോവയുടെ ജനത്തെ എങ്ങനെ മേയിക്കും? ഓപ്ഷൻസ്: 1 മഹത്വത്തോടെ, 2 ജ്ഞാനത്തോടെ, 3 ശക്തിയോടെ, 4 മഹിമയോടെ. ശരി ഉത്തരം ഓപ്ഷൻസ് 3, 4 ശക്തിയോടെ, മഹിമയോടെ. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ ജനത്തെ മേയിക്കുമ്പോൾ അവർ എങ്ങനെ വസിക്കും? ഉത്തരം നിർഭയം വസിക്കും. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവനെ കുറിച്ച്. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബേത്ലഹേമിൽ നിന്നും അധിപതിയായിരിക്കേണ്ടുന്നവന്റെ ജനനത്തെക്കുറിച്ച് മീഖ പ്രവചിക്കുന്ന വേദഭാഗം ഏത്? ഉത്തരം 5-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: ഹെരോദാവ് മെശിഹായുടെ ജനനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രധാന പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഉദ്ധരിച്ച വേദഭാഗം ഏതാണ്? ഉത്തരം മീഖ 5-ാം അധ്യായം 2-ാം വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ.
അടുത്ത ചോദ്യം, യഹോവ ഇസ്രയേലിൽ നിന്ന് അകന്നിരിക്കുന്നതായി കാണപ്പെടുന്ന സമയം ഏത്? ഉത്തരം, പ്രസവിക്കുവാനുള്ളവർ പ്രസവിക്കുവോളം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. ഇവർ എപ്പോൾ മടങ്ങിവരും എന്നാണ് പറയുന്നത്? ഉത്തരം, ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ വന്നു കഴിഞ്ഞാൽ. 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സമാധാനം എന്ന് വിളിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം, ബേത്ലഹേമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇസ്രായേലിന്റെ അധിപതി ആയിരിക്കേണ്ടുന്നവനെ. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മീഖായുടെ കാലത്ത് ഇസ്രയേൽ അരമനകളിലേക്ക് കടന്നുവരുന്ന വിദേശ ശക്തി ഏത്? ഉത്തരം, അശൂർ. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അശൂരിനെതിരെ എത്ര ഇടയന്മാർ ഉയർത്തപ്പെടും എന്നാണ് മീഖ പ്രവചിക്കുന്നത്? ഓപ്ഷൻസ്: 1 8, 2 7, 3 6, 4 4 ഇടയന്മാർ. ഉത്തരം, ഓപ്ഷൻ 2 7 ഇടയന്മാർ ഉയർത്തപ്പെടും. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അശൂരിനെതിരെ എത്ര മാനുഷ പ്രഭുക്കന്മാർ ഉയർത്തപ്പെടും എന്നാണ് മീഖ പ്രവചിക്കുന്നത്? ഓപ്ഷൻസ്: 1 8, 2 7, 3 6, 4 4 മാനുഷ പ്രഭുക്കന്മാർ. ഉത്തരം, ഓപ്ഷൻ 1 8 മാനുഷ പ്രഭുക്കന്മാർ ഉയർത്തപ്പെടും. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അശൂർ ഇസ്രായേൽ ദേശത്തെ അരമനകളിൽ ചവിട്ടുമ്പോൾ അവർക്ക് നേരെ നിർത്തുന്നത് ആരെയായിരിക്കും? ഉത്തരം, 7 ഇടയന്മാരെയും 8 മാനുഷ പ്രഭുക്കന്മാരെയും. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 7 shepherds and 8 commanders. അടുത്ത ചോദ്യം, മീഖ 5-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ 7 ഇടയന്മാരും 8 മാനുഷ പ്രഭുക്കന്മാരും എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, ഇവിടുത്തെ അക്കങ്ങൾ ആക്ഷരികമല്ല. ഇതൊരു എബ്രായ ഭാഷാ പ്രയോഗമാണ്. വിദേശ ഭീഷണിയെ നേരിടാൻ മതിയായ ഒരു നേതൃത്വം ഇസ്രായേലിൽ ഉയർന്നു വരുമെന്ന് ഇത് അർത്ഥമാക്കുന്നു. അശൂരിന്റെ ഭീഷണിയാണ് ഇപ്പോൾ അവർ നേരിടുന്നത്. എന്നാൽ ദൈവം കഴിവുള്ള നേതാക്കളെ ഉയർത്തുകയും ജനത്തെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന് മീഖ ഉറപ്പ് നൽകുന്നതാണിത്. ആത്യന്തിക സമാധാനവും കരുതലും മെശിഹ കൊണ്ടുവരികയും ദേശം സമൃദ്ധവും ഫലപ്രദവും ആകുകയും ചെയ്യും. ഇത് ദൈവത്തിന്റെ പ്രതിബദ്ധതയായി മാറിയെന്ന് ഈ വാക്യം ഊന്നിപ്പറയുന്നു. അടുത്ത ചോദ്യം, 7 ഇടയന്മാരും 8 മാനുഷ പ്രഭുക്കന്മാരും കീഴടക്കുന്ന ദേശങ്ങൾ ഏതെല്ലാം? ഉത്തരം, അശൂർ ദേശവും നിമ്രോദ് ദേശവും. 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അശൂരിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: 1 ഇസ്രായേലിന്റെ 7 ഇടയന്മാർ, 2 ഇസ്രായേലിന്റെ 8 മാനുഷ പ്രഭുക്കന്മാർ, 3 ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ, 4 ഇസ്രായേലിന്റെ ന്യായാധിപൻ. ശരി ഉത്തരം, ഓപ്ഷൻ 3 ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ. കാരണം ഈ വാക്യത്തിൽ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ഇസ്രായേലിന്റെ അധിപതി ആയിരിക്കേണ്ടുന്നവൻ തന്നെ ആയിരിക്കും. അടുത്ത ചോദ്യം, ശേഷിപ്പുള്ളവർ എന്ന പ്രയോഗം ആരുടെ പേരിനൊപ്പം ചേർത്താണ് മീഖ പറയുന്നത്? ഓപ്ഷൻസ്: 1 ദാവീദിൽ ശേഷിപ്പുള്ളവർ, 2 യാക്കോബിൽ ശേഷിപ്പുള്ളവർ, 3 അബ്രഹാമിൽ ശേഷിപ്പുള്ളവർ, 4 ഇസഹാക്കിൽ ശേഷിപ്പുള്ളവർ. ശരി ഉത്തരം, ഓപ്ഷൻ 2 യാക്കോബിൽ ശേഷിപ്പുള്ളവർ എന്നാണ് മീഖ പറയുന്നത്. 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ എന്തുപോലെ ആയിരിക്കും? ഓപ്ഷൻസ്: 1 യഹോവയിങ്കൽ നിന്നുള്ള പനിമഞ്ഞുപോലെ, 2 യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞുപോലെ, 3 യഹോവയിങ്കൽ നിന്നുള്ള വീഞ്ഞ് പോലെ, 4 യഹോവയിങ്കൽ നിന്നുള്ള മേഘം പോലെ. ശരി ഉത്തരം, ഓപ്ഷൻ 2 യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞുപോലെ.
5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെ ആയിരിക്കുന്ന യാക്കോബിൽ ശേഷിപ്പുള്ളവരുടെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള 2 പ്രത്യേകതകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: 1 മനുഷ്യനായി കാത്തിരിക്കേണ്ട, 3 മനുഷ്യനായി താമസിക്കേണ്ട, 3 മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കേണ്ട, 4 മനുഷ്യപുത്രന്മാർക്കായി താമസിക്കേണ്ട. ശരി ഉത്തരം ഓപ്ഷൻസ് 2, 3 മനുഷ്യനായി താമസിക്കേണ്ട, മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കേണ്ട. 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ ആരെ പോലെ കാണപ്പെടും എന്നാണ് മീഖ പറയുന്നത്? ഉത്തരം, കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടത്തിൽ ഒരു ബാലസിംഹം പോലെയും കാണപ്പെടും. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അകത്തു കടന്നാൽ ചവിട്ടി കടിച്ച് കീറിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, യാക്കോബിൽ ശേഷിപ്പുള്ളവരെ കുറിച്ച്. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ശേഷിപ്പ് അധിപതിയുടെ ഉത്ഭവത്തോടെ ശക്തി പ്രാപിക്കുന്ന ഒരു ജനതയായി മാറും എന്ന് ഈ വാക്യം ഓർപ്പിക്കുന്നു. അടുത്ത ചോദ്യം, മടങ്ങി വരുന്ന ഇസ്രായേൽ ജനത ജാതികളുടെ ഇടയിൽ ഒരു പ്രബല ശക്തിയാകും എന്ന് സൂചിപ്പിക്കുന്ന പ്രവചനം ഏതാണ്? ഉത്തരം, കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും എന്ന പ്രവചനം. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, മീഖ 5-ാം അധ്യായത്തിലെ പ്രവാചക പ്രാർത്ഥന ഏതാണ്? ഉത്തരം, 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. അടുത്ത ചോദ്യം, യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് ജനത്തിൽ നിന്ന് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, 1 രഥങ്ങൾ, 2 പട്ടണങ്ങൾ. 5-ാം അധ്യായം 10, 11, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് ജനത്തിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും എന്ന് പറയുന്ന 4 കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം, 1 കുതിരകൾ, 2 ക്ഷുദ്രപ്രയോഗങ്ങൾ, 3 വിഗ്രഹങ്ങൾ, 4 സ്തംഭ പ്രതിഷ്ഠകൾ. 5-ാം അധ്യായം 10, 12, 13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ജനത്തിന്റെ ചില പട്ടണങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം എന്ത് ഇടിച്ചു കളയുകയും ചെയ്യും എന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്? ഉത്തരം, കോട്ടകളെ. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ദൈവജനത്തിൽ നിന്ന് ഏത് ആചാരം ഛേദിച്ചു കളയപ്പെടും? ഉത്തരം, ക്ഷുദ്രപ്രയോഗങ്ങൾ. 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വിഗ്രഹങ്ങൾക്കൊപ്പം എന്താണ് നശിപ്പിക്കപ്പെടുക? ഉത്തരം, സ്തംഭ പ്രതിഷ്ഠകൾ. 5-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പട്ടണങ്ങളെ നശിപ്പിച്ച് ദേശത്തിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയുകയും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്തായിരുന്നു? ഉത്തരം, അശേര പ്രതിഷ്ഠകളെ. 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്യാൻ ഇനി ഇസ്രായേലിൽ ആർ ഉണ്ടാകയില്ല എന്നാണ് യഹോവയുടെ അരുളപ്പാട്? ഉത്തരം, ശകുനവാദികൾ. 5-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതെല്ലാം അഭക്തി മാർഗത്തിന്റെ പേരുകൾ ആയി ഈ അധ്യായത്തിൽ കാണാം? ഓപ്ഷൻസ്: 1 ക്ഷുദ്രപ്രയോഗങ്ങൾ, 2 ശകുനവാദികൾ, 3 വിഗ്രഹങ്ങൾ, 4 സ്തംഭ പ്രതിഷ്ഠകൾ, 5 അശേര പ്രതിഷ്ഠകൾ, 6 ബാൽ വിഗ്രഹങ്ങൾ. ഉത്തരം, ഇവയിൽ 1 മുതൽ 5 വരെയുള്ള പേരുകൾ ഈ അധ്യായത്തിൽ കാണാം. അഥവാ 6-ാമത്തെ അഥവാ ബാൽ വിഗ്രഹങ്ങൾ എന്ന പേരൊഴിച്ച് മറ്റെല്ലാ ഭക്തി മാർഗത്തിന്റെയും പേരുകൾ ഈ അധ്യായത്തിൽ ഉണ്ട്. റഫറൻസ്: 5-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ ജാതികളോട് എങ്ങനെ പ്രതികാരം ചെയ്യും എന്നാണ് അരുളി ചെയ്യുന്നത്? ഉത്തരം, കോപത്തോടും ക്രോധത്തോടും. 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇനി റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതിനായി 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നൽകുന്നു. അവയിൽ നിങ്ങൾ എത്ര ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം ലഭിച്ചു എന്ന്
കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യാവുന്നതാണ്. റിവിഷൻ ക്വസ്റ്റ്യൻ 1. മീഖ 5-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന ബേത്ലഹേം എഫ്രാത്തയുടെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻസ്: 1. യഹൂദയിലെ ഏറ്റവും വലിയ നഗരം. 2. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവന്റെ ഉത്ഭവം. 3. സൈനിക ശക്തിക്ക് പേരുകേട്ടത്. 4. നിരവധി പ്രവാചകന്മാരുടെ ജന്മസ്ഥലം. ഉത്തരം ഓപ്ഷൻ 2. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവന്റെ ഉത്ഭവം. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. റിവിഷൻ ക്വസ്റ്റ്യൻ 2. ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും എന്ന സംഭവവുമായി വിവരിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ്? ഓപ്ഷൻസ്: 1. അശൂരിന്റെ പരാജയം. 2. ദേവാലയ നിർമ്മാണം. 3. പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം. 4. ഒരു പുതിയ രാജാവിന്റെ അഭിഷേകം. ഉത്തരം ഓപ്ഷൻ 3. പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം. 5-ാം അധ്യായം 3-ാമത്തെ വാക്യം: അതുകൊണ്ട് പ്രസവിക്കുവാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങിവരും. റിവിഷൻ ക്വസ്റ്റ്യൻ 3. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി എന്തു ചെയ്യും? ഓപ്ഷൻസ്: 1. യഹോവ അവരെ യുദ്ധത്തിന് സന്നദ്ധരാക്കും. 2. യഹോവ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കും. 3. കർത്താവിന്റെ ശക്തിയോടെ മേയിക്കും. 4. യഹോവയിൽ മഹിമയോടും കൂടെ മേയിക്കും. ഉത്തരം 3, 4 ഓപ്ഷനുകൾ. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം: അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന്റെ മഹിമയോടും കൂടെ മേയിക്കും. റിവിഷൻ ക്വസ്റ്റ്യൻ 4. യാക്കോബിൽ ശേഷിപ്പുള്ളവരെ വിവരിക്കാൻ ഏതു രൂപകമാണ് മീഖ ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: 1. അലറുന്ന സിംഹം. 2. യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞ്. 3. ഒരു ശക്തമായ കോട്ട. 4. പുല്ലിന്മേൽ പെയ്യുന്ന മാരി. ഉത്തരം ഓപ്ഷൻസ് 2, 4, 5-ാം അധ്യായം 7-ാമത്തെ വാക്യം: യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയിൽ നിന്നുള്ള മഞ്ഞുപോലെയും പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയും ആകും. റിവിഷൻ ക്വസ്റ്റ്യൻ 5. 7 ഇടയന്മാരെയും 8 മാനുഷ പ്രഭുക്കന്മാരെയും എങ്ങനെയാണ് മീഖ വിവരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: 1. അവർ രഥങ്ങൾ ഉപയോഗിക്കും. 2. അവർ കുതിരകളെ ഉപയോഗിക്കും. 3. അവർ വാൾ ഉപയോഗിക്കും. 4. അവർ മറ്റ് രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കും. ഉത്തരം ഓപ്ഷൻ 3. അവർ വാൾ ഉപയോഗിക്കും. 5-ാം അധ്യായം 5, 6 വാക്യങ്ങൾ: 7 ഇടയന്മാരെയും 8 മാനുഷ്യ പ്രഭുക്കന്മാരെ നിർത്തും. അവർ അശൂർ ദേശത്തെയും നിമ്രോദ് ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും. റിവിഷൻ ക്വസ്റ്റ്യൻ 6. യഹോവയുടെ ജനത്തിന്റെ ദേശത്തിലെ പട്ടണങ്ങൾക്കും കോട്ടകൾക്കും എന്ത് സംഭവിക്കും? ഓപ്ഷൻസ്: 1. അവ ഛേദിച്ചു കളയപ്പെടും. 2. അവ പറിച്ചു കളയപ്പെടും. 3. അവ നശിപ്പിക്കപ്പെടും. 4. അവ ഇടിച്ചു കളയപ്പെടും. ഉത്തരം 3, 4 ഓപ്ഷനുകൾ. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം: ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളൊക്കെയും ഇടിച്ച് കളയുകയും ചെയ്യും. 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. റിവിഷൻ ക്വസ്റ്റ്യൻ 7. യഹോവയുടെ ജനത്തിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും എന്ന യഹോവയുടെ അരുളപ്പാട് എന്തായിരുന്നു? ഓപ്ഷൻസ്: അവരുടെ രഥങ്ങളെ. 2. അവരുടെ പ്രവാചകന്മാരെ. 3. അവരുടെ ക്ഷുദ്ര പ്രയോഗങ്ങളെ. 4. അവരുടെ അശേര പ്രതിഷ്ഠകളെ. ഉത്തരം ഓപ്ഷൻ 3. അവരുടെ ക്ഷുദ്ര പ്രയോഗങ്ങളെ. 5-ാം അധ്യായം 12-ാമത്തെ വാക്യം: ഞാൻ ക്ഷുദ്ര പ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും. റിവിഷൻ ക്വസ്റ്റ്യൻ 8. ഏതെല്ലാം കൈപ്പണിയെ നമസ്കരിക്കയില്ല എന്നാണ് യഹോവയുടെ അരുളപ്പാട്? ഓപ്ഷൻസ്: 1. അശേര പ്രതിഷ്ഠകളെ. 2. കാളക്കുട്ടിയെ. 3. വിഗ്രഹങ്ങളെ. 4. സ്തംഭ പ്രതിഷ്ഠകളെ. ഉത്തരം 3, 4 ഓപ്ഷനുകൾ. 5-ാം അധ്യായം 13-ാമത്തെ വാക്യം: ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭ പ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയുകയും നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല. റിവിഷൻ ക്വസ്റ്റ്യൻ 9. മീഖ 5-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന അശേര പ്രതിഷ്ഠകൾക്ക് എന്ത് സംഭവിക്കും?
ഓപ്ഷൻസ്: 1 പറിച്ചു കളയപ്പെടും, 3 ഛേദിച്ചു കളയപ്പെടും, 3 നമസ്കരിക്കപ്പെടും, 4 നശിപ്പിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ 1 പറിച്ചു കളയപ്പെടും. 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. അശേര പ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയും. റിവിഷൻ ക്വസ്റ്റ്യൻ 10. ഇതിലെ ഏറ്റവും ഒടുവിലത്തെ ചോദ്യം: യഹോവ കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: 1 വംശങ്ങളോട്, 2 ഗോത്രങ്ങളോട്, 3 ജാതികളോട്, 4 ബഹുഭാഷക്കാരോട്. ഉത്തരം ഓപ്ഷൻ 3 ജാതികളോട്. 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്തവണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. ഈ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.